السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ആദരണീയരായ ശൈഖുന സുൽത്താനുൽ ഉലമ, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, KSOയുടെ ഇസ്തിഹാർ, അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന തവല്ലല്ലാഹു ഉംറഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ ശൈഖുന ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് ഇപ്പോൾ ഇനി ഒരു പ്രസംഗം നടത്താൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷേ ശൈഖുനാക്ക് ക്ഷീണമുള്ളത് കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു സുദീർഘമായ പ്രസംഗം നടത്തിയാൽ അത് ശൈഖുനായെ ബുദ്ധിമുട്ടിക്കലും കൂടിയാകും എന്ന് മനസ്സിലാക്കി ഞാൻ അതിന് മുതിരുന്നില്ല. പക്ഷേ ഈ KSOയുടെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് കന്നഡ ഭാഷയിലാണെങ്കിലും സ്വാഗതം പറഞ്ഞ ആ വിദ്യാർത്ഥി, പിന്നെ മലയാളത്തിൽ ഇതിന് ആമുഖം പറഞ്ഞ മറ്റേ വിദ്യാർത്ഥി, അതിൻ്റെയൊക്കെ പുറമെ വില്യാപ്പള്ളി ഉസ്താദ് ആണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രമാത്രം പ്രാധാന്യത്തോടു കൂടെയാണ് ഈ സ്ഥാപനം ഈ സംഘടനക്ക് നൽകുന്ന പരിഗണന എന്ന് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇനി ഔദ്യോഗികമായിട്ട് കാഫ് ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത്ര ഉസ്താദുമാർ ഇവിടെ ഇപ്പോൾ സ്റ്റേജുമ്മൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നമ്മളെ വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി അടക്കമുള്ളവർ താഴെ ഇരിക്കുന്നത്. ഇത്രയും ഉസ്താദുമാർ ഇനി ശനിയാഴ്ചത്തെ പരിപാടി ഉദ്ഘാടന വേദിയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം. അപ്പോൾ അത് തക്ബീർ എല്ലേണ്ടത് തന്നെയാണ്, പക്ഷേ തക്ബീറിന് ഊക്കിലേശം കുറവാണെന്ന് മാത്രം. ബഹുമാനപ്പെട്ട ശൈഖുനായെ പറ്റി ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് പറയൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് EK ഗ്രൂപ്പുകാരോ അല്ലെങ്കിൽ വിരോധികളൊന്നുമല്ല, ഉസ്താദിൻ്റെ മകൻ ഹക്കീം ഉസ്താദിനെ പറ്റി ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് ഉള്ളതുപോലെ പറയണമല്ലോ. എന്താണ് ആ കംപ്ലൈൻറ്റ് എന്നറിയോ? ഉസ്താദിന് മർക്കസിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ നീക്കി വെക്കണതിലേറെ സമയം ഈ കർണാടകത്തിലെ പരിപാടിക്ക് പോകാനാണ് നീക്കി വെക്കണത്. ആഴ്ചയിൽ 2 ദിവസമാണ് കോഴിക്കോടുള്ളതെങ്കിൽ 4 ദിവസം മംഗലാപുരത്തേക്കും. ഇപ്പം ഏതാണ്ട് മട്ടത്തിലായിന്, ഇനി അതിലേറെ കൂട്ടണ്ട. അപ്പം ഇത് ഹക്കീം ഉസ്താദ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹക്കീം ഉസ്താദ് ആയതുകൊണ്ട് അങ്ങനെയാണ് പറയാം, ഞമ്മക്ക് അങ്ങനെ പറയാൻ വയ്യല്ലോ. എന്നാലും നമ്മളെയൊക്കെ മനസ്സിൽ അങ്ങനെ തന്നെ തോന്നൽ. ഏത് ക്ഷീണാണെങ്കിലും മംഗലാപുരത്തുകാർ പരിപാടിക്ക് വിളിച്ചാൽ, ആ സക്കാഫിമാർ വിളിച്ചാൽ അപ്പം പോകും. കുറേ കാലം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാനും തന്നെ ഭദ്രാവതി, ഷിമോഗ, ബീജാപ്പൂർ, ഹവേലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവിടുന്ന് പാസ്സായിപ്പോയ സക്കാഫികളായ നമ്മുടെ ആലിമീങ്ങൾ ചില പരിപാടിക്ക് നിർബന്ധിച്ച് കയറിട്ട് പിടിച്ചു വലിച്ചപ്പോൾ അവിടെ പോയി. അവിടെ ചെന്ന് കണ്ടു നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് വളരെയധികം സന്തോഷം ഒരു ഭാഗത്ത് തോന്നി, മറുഭാഗത്ത് അങ്ങേ അറ്റം വിഷമവും. വല്ലാത്ത വിഷമം തോന്നാനുള്ള കാരണം എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ KSOയിലൂടെ വളർന്നു വന്ന കുട്ടികൾ അവിടെ 500, 1000 ഒക്കെ വിദ്യാർത്ഥികളുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഞാനൊരു സ്ഥാപനത്തിൽ ബീജാപ്പൂർ ചെന്നപ്പോൾ അവിടെ 4 കൊല്ലമായ സഖാഫി 1000-ലധികം കുട്ടികളുള്ളൊരു സ്ഥാപനം നടത്തുന്നു. എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ ഹോട്ടലിലൊരു റൂം എടുത്തു. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ താമസ സ്ഥലം ഒന്ന് കാണണം എന്നാണ്.
അങ്ങനെ പിറ്റേന്ന് ഒഴിവുള്ള സമയത്ത് കൊണ്ടുപോയപ്പോൾ ഒരു പള്ളിയാണ് എന്ന് തന്നെ തോന്നൂല. കാരണം ഷട്ടർ ഇങ്ങനെ താത്തിയിട്ടതാണ്. 2-3 പീടിക റൂം വാടകയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ചുമര് തട്ടിയിട്ട് അത് പള്ളിയാക്കിയതാണ്. അതിൻ്റെ മേലെ ഫ്ലാറ്റിൽ താമസിക്കണ മുസ്ലിങ്ങളും അല്ലാത്തവരുമുണ്ട്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 3 ഷോപ്പിംഗ് റൂമുകൾ വാടകയ്ക്കെടുത്ത് അതിൻ്റെ ഇടച്ചുമര് തട്ടി അത് പള്ളിയാക്കി അവിടെ തന്നെ മദ്രസയും നടത്തുകയാണ്. നിങ്ങളെ റൂം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ കയറുന്ന കോണിക്കൂട്ടിൽ വളരെ ഇടുങ്ങിയ ഒരു സ്ഥലം, അവിടെ ഒരു ചെറിയ സ്റ്റൗവും 1-2 പാത്രവും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളെ താമസം എവിടെയാണ്? താമസം ഇപ്പം പല സ്ഥലത്തും ഇങ്ങനെ പോകും, അല്ലെങ്കിൽ പള്ളിയിൽ കിടക്കും. ഭക്ഷണം എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഇവിടുന്ന് ഉണ്ടാക്കും. ശമ്പളം തരാനൊന്നും ആരുമില്ല. ഇവിടെ മറ്റ് സഹായികളായ ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ ഉസ്താദെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എത്രമാത്രം പ്രയാസമാണ് ആ കുട്ടികൾ അനുഭവിക്കുന്നത്. അവർക്ക് അതിനുള്ള ധൈര്യം കിട്ടിയത്, അതിൻ്റെ ഊർജ സ്രോതസ് ഇതാ നമ്മളെ ശൈഖുനയാണ്, സുൽത്താനുലുലമയാണ്. അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഇനി ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ ആവശ്യമുള്ള എല്ലാ കഴിവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശൈഖുനായെ കണ്ടു വളർന്നവരാണ് ഈ കുട്ടികൾ. അവർക്ക് ബോധ്യപ്പെടുകയാണ്, പടച്ചവനെ ഈ 80 കഴിഞ്ഞിട്ടും ബഹുമാനപ്പെട്ട ശൈഖുന എല്ലാവിധ പ്രയാസങ്ങളും ഉണ്ടായിട്ടും സുന്നത്തി ജമാഅത്തിൻ്റെ ഒരു വിഷയം എന്ന് കാണുമ്പോൾ ക്ഷീണം മറന്ന് ഉറങ്ങണ്ട, വിശ്രമിക്കണ്ട, ഭക്ഷണം കഴിക്കണ്ട, അതിനു വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുക. സ്വന്തം ജീവനുള്ള ഭീഷണി പോലും വകവെക്കാതെ നമുക്ക് മാതൃക കാണിച്ചു തന്ന ശൈഖുനായെ കണ്ട് ശൈഖുനായോട് നമുക്ക് പറയാനുള്ളത്, ശൈഖുനായുടെ ഈ ശ്രമം അത് ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നതിൻ്റെ തെളിവാണ്. കേരളത്തിലും കർണാടകത്തിലും അല്ലാത്ത സ്ഥലങ്ങൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച ബോംബെയിൽ നാലസുപ്പാര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത്, അവിടെ ഒരു ഹനഫികളുടെ ചെറിയ മഹലുണ്ട്. ചെന്ന് നോക്കി, നമ്മളെ അബ്ദുൽ ഗഫൂർ അസ്ഹരി ഇവിടെ ഇല്ലേ, അദ്ദേഹത്തിൻ്റെ ഒക്കെ കൂടെയാണ് തോന്നുന്നു സർഫറാസ് സഖാഫി. സുബ്ഹാനല്ലാഹ്, ഒരു പാവം അവിടെ ഇതേപോലെ, എനിക്കത് ഓർമ്മ വരാൻ തന്നെ കാരണം ഈ ബീജാപ്പൂരി ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത് ഇപ്പോൾ ഓർമ്മ വരാൻ തന്നെ കാരണം കഴിഞ്ഞ ആഴ്ച ബോംബെയിലെ നാലസുപ്പാരെ ചെന്നപ്പോഴാണ്. ഇതേ രീതിയിൽ ഒരു വലിയ ഹിന്ദു മുതലാളിയുടെ ഫ്ലാറ്റ് സമുച്ചയത്തിൽ 3 റൂം എടുത്ത് അയാളൊരു പള്ളി ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹസ്രത്ത് ഇധർ ഹം ജുമാ കെ ദിൻ 3 മർത്തബ ജുമാ പढ़ाते हैं, हर एक मर्तबा 350 लोग इधर नमाज में हाजिर होते हैं. 3 വട്ടം ഞങ്ങൾ ഈ സ്ഥലത്ത് ജുമാ നടത്തുന്നുണ്ട്. ഓരോ ജുമായിലും 350 വീതം ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ റൂമിൽ എന്നെ കൊണ്ടുപോയി, ഈ സ്റ്റേജിൻ്റെ പകുതി വരുന്ന ഒരു റൂമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 മക്കളും ഒക്കെ താമസിക്കുന്നത് അവിടെയാണ്. എൻ്റെ ഭാര്യ 1.5 മണിക്കൂർ വീതം 4 പീരിയഡ് കുട്ടികൾക്ക് നാസിറ ദർസ് നടത്തുന്നുണ്ട്. ചെറിയ മകൻ്റെ മുഖത്തുള്ള ഒരടയാളം ഞാൻ കാണിച്ചിട്ട് ഇതെന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ ആ സഖാഫി എന്നോട് പറഞ്ഞു, വേറൊന്നും വിചാരിക്കരുത്, എത്ര പറഞ്ഞാലും നന്നാക്കി എഴുതാത്തപ്പോൾ ഭാര്യ എന്നെ ഒന്ന് ചട്ടകം വെച്ച് കൊടുത്തതാണ്. എന്തേ അങ്ങനെ വെക്കാൻ കാരണം എന്ന് ഞാൻ പിന്നെ ചോദിച്ചപ്പോഴാ, ഉസ്താദെ 1.5 മണിക്കൂർ വീതം 4 പീരിയഡ് രാത്രി ഇശാ കഴിയും, ആ ക്ലാസ് കഴിയുമ്പോൾ ഈ പുറത്തുള്ള കുട്ടികൾക്ക് വേണ്ടി അള്ളാൻ്റെ വജ്ഹ് മാത്രം വിചാരിച്ച് ചെയ്യാണ്. ചില സമയത്ത് മനുഷ്യനാകുമ്പോൾ ദേഷ്യം പിടിക്കൂലേ, ഇവനാണെങ്കിൽ പറഞ്ഞാൽ തീരെ കേൾക്കൂല എന്നുകൂടി കൂട്ടിപ്പറഞ്ഞു. ഞാനത് പുറത്തേക്ക് പറയാൻ വേണ്ടി അല്ല പറഞ്ഞത്. ഇതേ രീതിയിൽ ഓരോ സഖാഫിമാർ ബോംബെയിലോ അല്ലെങ്കിൽ ഭദ്രാവതിയിലോ ഷിമോഗയിലോ അല്ലാത്ത സ്ഥലങ്ങളിലോ ഒക്കെ ഉണ്ടായതുകൊണ്ട് ശൈഖുനാക്ക് നല്ല റാഹത്തായിട്ട് സമാധാനിക്കാം. എൻ്റെ ഈ അക്ഷീണമുള്ള പ്രയത്നം അത് വിഫലമായിട്ടില്ല. എൻ്റെ കുട്ടികൾ ഞാനുള്ളപ്പോൾ തന്നെ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തി കാണിച്ചു തന്നിട്ടുണ്ട്
ഇനി എനിക്ക് സമാധാനത്തിൽ പോകേണ്ട സമയമാകുമ്പോൾ പോകാം, അവരിത് ഏറ്റെടുത്ത് നടത്തും എന്നുള്ള ഒരു സമാധാനം ഷെയ്ഖുനാക്ക് കിട്ടും. അല്ലാഹു തആല ആ രീതിയിൽ നല്ല കർമ്മങ്ങളും നല്ല ഫലങ്ങളും ചെയ്യാൻ ഉതകുന്ന വേദിയായി KSOയും ഇഹ്യാഉസ്സുന്നയും നമ്മുടെ കാഫും ഇസ്തിഹാറും മറ്റു പരിപാടികളുമൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് KSOയുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.